വീണ്ടും ചികിത്സാ പിഴവ് ആരോപണം. തിരുവനന്തപുരം SIT ആശുപത്രിയിൽ പ്രസവത്തിനെത്തിയ യുവതി അണുബാധയെ തുടർന്ന് മരിച്ചെന്നാണ് ആരോപണം. കരിക്കകം സ്വദേശി ശിവപ്രിയയുടെ കുടുംബമാണ് ആരോപണവുമായി രംഗത്തെത്തിയത്. രാഹുൽ ജി നാഥ് ചേർന്നു കൂടുതൽ വിവരങ്ങളുമായി. രാഹുൽ, എപ്പോഴാണ് ശിവപ്രിയയുടെ മരണം സംഭവിച്ചത്? കുടുംബത്തിന്റെ ആരോപണം എന്താണ്? അല്പസമയം മുമ്പാണ് ശിവപ്രിയയ്ക്ക് മരണം സംഭവിക്കുന്നത്. എൻ്റെ 22-ാം തീയതി, ഈ മാസം 22-നാണ് പ്രസവവുമായി ബന്ധപ്പെട്ട് SITയിലേക്ക് ശിവപ്രിയ എത്തുന്നത്. ശേഷം 3 ദിവസത്തിന് ശേഷം 25-ാം തീയതി ഡിസ്ചാർജായി പിറ്റേന്നാണ് പനി ഉണ്ടാകുന്നത്. പനി ഉണ്ടായത് അണുബാധ കാരണമാണ് എന്നാണ് പറയുന്നത്. ബാക്ടീരിയൽ ഇൻഫെക്ഷൻ എന്നാണ് ഇവിടെ SITയിൽ നിന്ന് അറിയിച്ചത്. അപ്പോൾ അത് ആശുപത്രിയിൽ നിന്ന് തന്നെ പ്രസവത്തിന് ശേഷം ഉണ്ടായ ചികിത്സയിൽ നിന്ന് ഉണ്ടായതാണെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. എന്തായാലും ഗുരുതര ആരോപണങ്ങളാണ് കുടുംബം എന്തായാലും ഇന്ന് ഈ SITക്കെതിരെ ആരോപിക്കുന്നത്. എന്തായാലും ഏറ്റവും പ്രധാനമായി ഇത്തരത്തിൽ ആശുപത്രിയിൽ ചികിത്സാ പിഴവ് ഉണ്ടായി. അതായത് ഈ പ്രസവത്തിന് ശേഷം സുഖപ്രസവമായിരുന്നു, അതിനുശേഷം ഇത്തരത്തിൽ ആ ചികിത്സ നടക്കുന്നതിൻ്റെ ഘട്ടത്തിലാണ് അണുബാധ ഉണ്ടായത് എന്ന ആരോപണമാണ് ഉന്നയിക്കുന്നത്. നമ്മളിപ്പോൾ എന്തായാലും ശിവപ്രിയയുടെ ഭർത്താവ് നമ്മളൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, നിങ്ങളുടെ ആരോപണങ്ങൾ എന്തൊക്കെയാണ്? ചേട്ടാ, നമ്മൾ ഫോർട്ട് താലൂക്ക് ഹോസ്പിറ്റലിലാണ് ഈ പ്രസവത്തിൻ്റെ ഇത് കാണിച്ചുകൊണ്ടിരുന്നത്. അവിടെ ഒരു ഞായറാഴ്ച ദിവസമാണ്, എനിക്ക് കറക്റ്റ് തീയതി ഓർമ്മയില്ല ചേട്ടാ. ഞാൻ ന്യൂറോ പേഷ്യൻ്റ് ആയതുകൊണ്ട് എനിക്ക് ഓർമ്മയായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇവിടെ മറ്റേ സ്കാനിങ് സെൻ്ററൊന്നും ഇല്ലാത്ത ദിവസമാണല്ലോ ഞായറാഴ്ച. അതുകൊണ്ട് റെഫർ ചെയ്ത് നമ്മളെ SITയിലോട്ടാക്കി ഇവിടെ വന്ന് സുഖപ്രസവം, വേറെ ഒരു കുഴപ്പമില്ല. പ്രസവിക്കാൻ പോയത് നടന്നാണ്. പ്രസവിച്ച് കഴിഞ്ഞ് കൊച്ചുമായിട്ട് ഇവിടെ നിന്ന് നടന്ന് വണ്ടി കയറിയാണ് പോയത്. അപ്പോൾ ഇവിടെ നിന്ന് പോയപ്പോൾ ചെറിയ പനിയുണ്ട്. അത് ഇവർ കറക്റ്റായി ഇതൊന്നും നോക്കാതെ ഉള്ളൊന്നും പരിശോധിക്കാതെ വിട്ടതാണ്. എന്നിട്ട് നമ്മൾ ഇന്ന് പോയി അതിൻ്റെ പിറ്റേ ദിവസം വൈകിട്ടായപ്പം പനി കൂടി നമ്മൾ ഇവിടെ വന്നു. വീണ്ടും ഹോസ്പിറ്റലിൽ വന്ന് ഇവർ അകത്ത് കയറ്റി ഉള്ളു പരിശോധിച്ച് പറഞ്ഞ് സ്റ്റിച്ച് പൊട്ടിപ്പോയെന്ന്. പക്ഷേ ഈ സ്റ്റിച്ച് പൊട്ടിപ്പോയെങ്കിൽ നമുക്ക് അറിയാൻ പറ്റില്ല. വീട്ടിൽ വെച്ചാണ് പൊട്ടിയെങ്കിൽ അറിയാൻ പറ്റില്ല, വേദന വരില്ലേ. ഇത് ഇവർ ഇവിടെ വന്ന ശേഷം ഇവർ തലയിറക്കം കണക്ക് വന്ന് അതിൻ്റെ അകത്ത് കയറ്റിയിട്ട് എന്നെ വിളിച്ച് കാണിച്ചത്, സ്റ്റിച്ച് പൊട്ടിയിരിക്കണതായിട്ട് കാണിച്ചത്. അപ്പോൾ അവിടെ നല്ല ഇതായിട്ട് അത് കഴിഞ്ഞാണ് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇവിടെ ഇട്ടാക്കിയപ്പോൾ നമ്മളോട് സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പെട്ടെന്ന് വീണ്ടും ഓരോ ദിവസം കഴിയുന്നവരും വയ്യാതായി ഇതിലായി വെന്റിലേറ്ററിൽ നിന്ന് നേരെ വെന്റിലേറ്ററായിട്ട് മെനഞ്ഞാന്ന് കണ്ണൂർന്ന് എന്നോട് നമ്മൾ സംസാരിക്കണതൊക്കെ അക്സെപ്റ്റ് ചെയ്ത് തല കുലുക്കിയിട്ട് ഇന്നലെ മറ്റേ ഇവിടെ കഴുത്ത് തുറന്ന് ടൂ വിട്ട് അതിനുശേഷം ഇതുവരെ കണ്ണു തുറന്നിട്ടില്ല. ഇന്നലെ 25-ാം തീയതിയാണോ മടങ്ങുന്നത് ശേഷം ഇവിടുന്ന്? 26-ാം തീയതി പിറ്റേന്ന് തന്നെ പനിയായിട്ട് ഞായറാഴ്ചയില്ല 26 പനിയുമായിട്ട് വന്നത് എങ്ങനെയായിരുന്നു? ലക്ഷണങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ലക്ഷണം വെച്ചാൽ പനി ഉണ്ടായിരുന്ന ചെറിയ ശ്വാസം മുട്ടലായിട്ടാണ് വന്നത്. പിന്നെ ഇവിടെ നിന്ന് പോയപ്പോഴേ എനിക്കൊന്നും മരുന്നിൻ്റെ അലർജി എന്തോ ഇൻഫെക്ഷൻ, ഈ ശരീരത്തിൽ ചെറിയ ചൊറിച്ചിലുണ്ട്. അതായത് മരുന്നിൻ്റെ സ്വാഭാവികമായിട്ട് വരണതാണ്. ഡോക്ടർമാരിപ്പോൾ എന്താ പറയുന്നത്? ഡോക്ടർമാർ ഇപ്പം പറയണമെന്ന് വെച്ചാൽ അത് ഇവിടെ വന്നപ്പോൾ മുതലേ നമ്മളെ തലയിൽ വെച്ച് തരാനാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ എന്താ പറയുന്നത്? അവർ ഇവിടെ ആദ്യം വന്നപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മളെ ശ്രദ്ധാപൂർവ്വം കൊണ്ടാണ് ഇങ്ങനെ വന്നത്. പിന്നെ നമ്മളിവിടെ മൈക്രോബയോളജി ലാബിലാണെന്ന് തോന്നുന്നു. ഒരു ടെസ്റ്റ് ചെയ്തപ്പോൾ അതിൽ വന്നിരിക്കുന്ന ഈ ബാക്ടീരിയ എന്ന് പറയുന്നത് അസിനറ്റോ ബാക്ടീരിയ എന്ന് പറയുന്ന ബാക്ടീരിയയാണ് ഉണ്ടായത്. അത് ഈ ഹോസ്പിറ്റൽ മുഖേന മാത്രം ഉണ്ടാകുന്നതാണ്. ഇപ്പം നമ്മൾ ചോദിച്ചപ്പോഴും അവരത് കേൾക്കണില്ല. പക്ഷേ അതിൻ്റെ റിപ്പോർട്ടൊക്കെ എൻ്റെ കയ്യിലുണ്ട്. പരാതിയായിട്ട് മുന്നോട്ട് പോകും. ശരി, ശിവപ്രിയയുടെ ഭർത്താവിന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. ഗുരുതരമായ ആരോപണമാണ് SIT ആശുപത്രിക്ക് നേരെ ഉയരുന്നത്. കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല പ്രസവത്തിൽ. പക്ഷേ പിന്നീട് വീട്ടിലെത്തിയ ശേഷം പനി വരികയായിരുന്നു. പിന്നീട് ആശുപത്രിയിൽ കൊണ്ടുവന്നപ്പോൾ സ്റ്റിച്ച് പൊട്ടിയെന്ന് പറയുന്നു. പിന്നീട് അണുബാധയുണ്ടായി. അങ്ങനെ ആശുപത്രിയിൽ നിന്നാണ് ഇത്തരത്തിലൊരു വീഴ്ച സംഭവിച്ചത് എന്നാണ് ഭർത്താവ് ആരോപിക്കുന്നത്.